എല്ലാവർക്കും നമസ്കാരം. ഭാരതാംബ, ഭാരതമാത ഇന്ന് നമ്മൾ ഒത്തിരിയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ പേരിൽ കേരളത്തിൽ പ്രത്യേകിച്ച് പലതരം വിവാദങ്ങൾ ഉളവായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു കഴിഞ്ഞ 10-25 വർഷമായിട്ട് അത്യാവശ്യം നല്ലതുപോലെ വായിക്കുന്നതും ചിന്തിക്കുന്നതുമായ ഒരു വിഷയമായതുകൊണ്ട് ഒരു പ്രത്യേക താല്പര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഈ CBSEയുടെ NCERTയുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കാണ്. ആദ്യം നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്നുണ്ട്. നാഷണലിസം ഇൻ യൂറോപ്പ് 19th സെഞ്ചുറി ഫ്രഞ്ച് റവല്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഓരോ രാജ്യങ്ങളും അതിൻ്റെ ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിനകത്താണ് ആദ്യം ചെയ്തത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് അവരുടെ നാഷണൽ സിംബലായിട്ടെല്ലാം ഫീമെയിൽ ഫിഗേഴ്സിനാണ്, സ്ത്രീകൾക്കാണ് അവിടെ പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു രൂപം അവര് കലാകാരന്മാർ സൃഷ്ടിച്ചെടുത്തിട്ട് അതിന് മറിയാന എന്നാണ് പേര് വന്നത്. മറിയാന റെപ്രസെന്റ്സ് ദ ഫ്രഞ്ച് സെൻസ് ഓഫ് നാഷണലിസം. അതോടൊപ്പം തന്നെ ജർമ്മനിയിൽ ജർമാനിയ, അത് ഒരു ഫീമെയിൽ ഫിഗർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രതീകമാണ്. ഇതൊന്നും യഥാർത്ഥ മനുഷ്യരായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമാ സാമ്രാജ്യത്തിന്റെ പാക്സ് റൊമാനയ്ക്ക് കൗണ്ടറായിട്ട് 1ാം നൂറ്റാണ്ടിൽ തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ബ്രിട്ടാനിയ എന്നുള്ള കൺസെപ്റ്റ് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് 19ാം നൂറ്റാണ്ടിലും ഇന്ന് വരെ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം മദർലാൻഡ് അല്ലെ മദർ റെപ്രസെന്റിങ് ദ നേഷൻ, ആ ഒരു കൺസെപ്റ്റ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് വന്നത് 19ാം നൂറ്റാണ്ടിലെ അല്ലെ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ കാലത്തെ നാഷണലിസം ദേശീയവാദത്തോടനുബന്ധിച്ചാണ്. ഫാദർലാൻഡ് കൊണ്ട് കേട്ടോ, ഫ്രാൻസിലൊക്കെ ഫാദർലാൻഡ് ആയിട്ടാണ് പറയുന്നത്. സ്റ്റിൽ ദർ ഈസ് മറിയാന. അങ്ങനെ അതിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നാഷണലിസം ഇൻ ഇന്ത്യയാണ്. NCERT പുസ്തകങ്ങളൊക്കെ അല്പം ആധികാരികത അവകാശപ്പെടുന്നതാണെന്ന് ആണ് പൊതുവെ നമ്മൾ കരുതുന്നത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇറ്റ് വാസ് ഇൻ ദ 20th century with the growth of nationalism that the identity of India came to be visually associated with the image of Bharat Mata. The image was first created by Bankim Chandra Chattopadhyay in 1870s. He wrote Vande Mataram as a hymn to the motherland. Later it was included in his novel Anant Mat and widely sung during the Swadeshi movement. 1870-കളിൽ ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ എന്നുള്ള പേര് ബ്രിട്ടീഷുകാർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവര് ചാറ്റർജി എന്നാണ് വിളിച്ചത്. രണ്ടുപേരും ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആനന്ദ് മഠിലാണ് വന്ദേ മാതരം എന്ന ആ ഒരു പോയം വരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുജലാം സുബലാം ആ ഗാനം തന്നെയാണ്. പിന്നീട് 1900 ആയപ്പത്തേന് വലിയ പ്രശ്നമായി ബംഗാൾ പാർട്ടീഷൻ. അങ്ങനെ 1905 ഒക്കെ ആയപ്പത്തേന് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വേറൊരു ഫേസിലേക്ക് പോയി. ബംഗാൾ വാസ് ലീഡിംഗ് ദ നാഷണൽ മൂവ്മെന്റ് ഇൻ എ സെൻസ് അറ്റ് ദാറ്റ് ടൈം എന്ന് വേണേൽ പറയാം. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സഹോദരന്റെ പുത്രനായ അബനീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹമാണ് ഭാരതമാത എന്ന പേരില് ഒരു ചിത്രം, ആ ചിത്രം ഇവിടെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് വരുന്നത് പിന്നീടാണ്. അപ്പൊ ദിസ് വാസ് ദ ഒറിജിനൽ ഭാരത് മാത പിക്ചർ ആസ് പെർ ദ NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ അത് ചരിത്രമായിട്ട് പോവുകയാണ്. പിന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 1950 പുതിയ ഭരണഘടന വന്നപ്പോൾ അതിനകത്ത് വന്ദേ മാതരം എന്നുള്ള ആ മനോഹരമായ ഗാനം നാഷണൽ സോങ് ഓഫ് ഇന്ത്യ ആയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. നാഷണൽ ആന്തം ജനഗണമനയധി നായക എന്നുള്ള പാട്ടാണ്. അപ്പൊ അത്രയുമാണ് നമ്മൾ പ്രാരംഭമായിട്ട് നോക്കിയത്. പിന്നീട് ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന സുന്ദര പുസ്തകം 1944 ഇത് എഴുതിയത്. നെഹ്റു ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ പുസ്തകമാണ്.
അതിനകത്ത് 59ാമത്തെ പേജ് ഭാരതമാത എന്നാണ് അതിന്റെ ടൈറ്റിൽ. ഇത് പഴയ ഓക്സ്ഫോർഡ് വെർഷനാണ്. പുതിയ വെർഷനിൽ പേജ് നമ്പർ വ്യത്യാസം കാണും. ഇത് ഒത്തിരി പഴയ പുസ്തകമാണ് എൻ്റെ കയ്യിൽ. അപ്പൊ അതിനകത്ത് നെഹ്റു പറയുന്നുണ്ട്, നെഹ്റു ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിനോടനുബന്ധിച്ച് പലയിടത്തും ചെല്ലുമ്പോൾ ഈ ഭാരതമാത എന്നുള്ളത് ജനങ്ങൾ ആവേശത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഈ വന്ദേമാതരത്തിന്റെ ആ എഫക്റ്റ് ആയിരിക്കണം. അപ്പോൾ നെഹ്റു അവരോട് ചോദിക്കും, ആരാ, ഹൂ ഈസ് ദിസ് മദർ ഇന്ത്യ, എന്താ ഈ വന്ദേമാതരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജനങ്ങൾ പല പല ഉത്തരങ്ങൾ പറയുകയാണ്. അങ്ങനെ നെഹ്റു ഇതിനൊരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ദ മൗണ്ടൻസ് ആൻഡ് റിവേഴ്സ് ഓഫ് ഇന്ത്യ and the forest and the broad fields which gave us food were all dear to us, but what counted ultimately were the people of India, people like them and me, who were spread out all over the vast land. Bharat Mata, Mother India, was essentially these millions of people, and victory to her meant victory to these people. You are parts of this Bharat Mata. I told them, you are in a manner yourselves Bharat Mata. And as this idea slowly soaked into their brains, their eyes would light up as if they had made a great discovery. നിങ്ങൾ തന്നെയാണ്, ഓരോ ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ സാധാരണക്കാരനുമാണ് ഭാരത് മാത എന്നുള്ള കൺസെപ്റ്റ് വളരെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് പണ്ഡിറ്റ് നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ പണ്ഡിറ്റ് നെഹ്റു തന്നെയാണ് 1920 30 ആയപ്പോ ഇന്ത്യയുടെ സ്വദേശി മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഒക്കെ കൊടുമ്പിരി ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യയെ ഉണർത്താൻ വേണ്ടി പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അവരത്ര സജീവമായിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നില്ല. ആ സമയത്ത് 20s 30s ബിഗിനിങ് ആണ്. ആ സമയത്താണ് നെഹ്റു പറയുന്നത്, വാട്ട് ഷാൽ ഇറ്റ് പ്രോഫിറ്റ് വിത്ത് യുവർ empty degrees when millions starve and Mother India still in chains or bonds? Who lives if India dies? Who dies if India lives? വളരെ പ്രശസ്തമായ ഒരു ആഹ്വാനമാണ്. അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഒരു സെക്കൻഡ് ഫേസിലോട്ട് അങ്ങ് കയറി. മദർ ഇന്ത്യ ബോണ്ടേജിലായിരിക്കുമ്പോൾ, ചെയിനിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി കൊണ്ട്, നിങ്ങളുടെ നേട്ടങ്ങൾ കൊണ്ട് എന്താണ് കാര്യമെന്ന് പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഒരു ആവേശ ജനിപ്പിക്കുന്ന ഒരു വാക്കുകൾ ആ സമയത്ത് ഉണ്ടായത് വളരെയധികം പ്രസ്താവ്യ യോഗ്യമാണ്. പിന്നീട് 1950s കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ആ സമയത്താണ് അമേരിക്കൻ ഹിസ്റ്റോറിയനായ വിൽ ഡ്യൂറന്റ് ആൻഡ് ഏരിയൽ ഡ്യൂറന്റ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. 1920 30 അവർ ഓറിയന്റൽ ഹെറിറ്റേജ് ഇന്ത്യയെ കുറിച്ച് എഴുതുന്നത്. അതിനകത്ത് അതിന്റെ ഒരു സമ്മറി പോലെ വിൽ ഡ്യൂറന്റ് അതിമനോഹരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വാസ് ദ മദർലാൻഡ് ഓഫ് അവർ റേസ് and Sanskrit the mother of Europe's languages. India was the mother of our philosophy, of much of our mathematics, of the ideals embodied in Christianity, of self-government and democracy. In many ways, Mother India is the mother of us all. അങ്ങനെ അമേരിക്കൻ ചരിത്രകാരനായ വിൽ ഡ്യൂറന്റ് മദർ ഇന്ത്യയെ ലോകമാതാവായിട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ ഒരു പാസേജ് സ്റ്റോറി ഓഫ് സിവിലൈസേഷനകത്തുണ്ട്. സിനിമ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് 1957 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 വർഷത്തിനുള്ളിൽ റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഡ്യൂപ്പർ മെഗാ ഹിറ്റ് ആയിരുന്ന മദർ ഇന്ത്യ, മെഹബൂബ് ഖാൻ എന്ന അനശ്വര കലാകാരൻ ഡയറക്ട് ചെയ്ത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രശസ്തയായ അഭിനേത്രിയായ നർഗീസ് മുഖ്യ കഥാപാത്രമായ രാധ എന്ന ദരിദ്രയായ ഒരു ഗ്രാമീണ സ്ത്രീയുടെ കഥ പറയുന്ന കരളലിയിപ്പിക്കുന്ന ഒരു കഥയാണ്. സുനിൽ ദത്തും രാജേന്ദ്രകുമാറും രാജ്കുമാറും ഒക്കെ അഭിനയിച്ച ഒരു സിനിമ. അനേക അവാർഡുകളിലും ഓസ്കാറിൽ വരെ നോമിനേഷന് വരെ പോകുന്ന അത്രയ്ക്ക് വലിയ നേട്ടങ്ങൾ നേടിയ സിനിമയുടെ പേര് മദർ ഇന്ത്യ എന്നാണ്. ഭാരതാംബ, ഭാരത് മാത.
ആ സിനിമ കണ്ടവർക്കറിയാം, ഞാനത് കണ്ട സിനിമയാണ്. ഈ രാധ എന്ന കഥാപാത്രം ഒത്തിരി കഷ്ടപ്പെട്ട് ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് മക്കളെ വളർത്തുവാനും അവര് ഒരു ഇന്ത്യയിലെ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അതിവൈകാരികമായിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയാണ് മദർ ഇന്ത്യ. 1957 മദർ ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1975 പബ്ലിഷ് ചെയ്ത ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, ലാരി കോളിൻസ് എന്ന അമേരിക്കൻ എഴുത്തുകാരനും ഡൊമിനിക് ലാപ്പിയർ എന്ന ഫ്രഞ്ച് എഴുത്തുകാരനും ചേർന്ന് അനേക വർഷങ്ങളിലെ റിസർച്ച് നടത്തി എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. ഇതിനെപ്പറ്റി, ഈ പുസ്തകത്തെ പറ്റി അനേക വിവാദങ്ങളുണ്ട്. ഞാൻ ആ വിവാദങ്ങളൊക്കെ ഒന്ന് ഇന്റർനെറ്റിൽ പോയി നോക്കി. അതിനകത്തെങ്ങും ഈ ഒരു പ്രത്യേക പരാമർശത്തെ പറ്റി യാതൊരു ചോദ്യവും ഇതുവരെ ചെയ്യപ്പെട്ടിട്ടില്ല. അതിനകത്ത് 9ാമത്തെ ചാപ്റ്ററിൽ 309ാമത്തെ പേജ്, ഈ ഒരു എഡിഷനില് ഭാരതമാതായെ കുറിച്ച് പറയുന്നുണ്ട്. മലയാളം അതിവൈകാരികമാണ്. ഇത് മലയാളം വെർഷനാണ്. ആ ബുക്ക് മലയാളം ട്രാൻസ്ലേഷനാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പേരിൽ ഇറങ്ങിയ ബുക്ക്. മലയാളത്തിലെ ഞാൻ വായിക്കാം. ഇത് ഈ 1947 മൗണ്ട് ബാറ്റൻ പ്ലാനൊക്കെ വന്ന് ഇന്ത്യയെ വിഭജിക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള ആ ഒരു കോണ്ടസ്റ്റില് ജൂൺ മാസം ജൂലൈ മാസങ്ങളിലൊക്കെ ഇന്ത്യയിൽ പല സംഘർഷങ്ങളും നടക്കുമ്പോൾ നെഹ്റുവും ഗാന്ധിയുടെ പഞ്ചാബിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു നിമിഷമാണ്. അതിനകത്ത് ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് ഞാൻ വായിക്കാം. സൂര്യാസ്തമയമായപ്പോൾ ഗാന്ധി ഉണർന്നു. അതിവേഗം പായുന്ന അവരുടെ കാറിന്റെ ഓരോ വശത്തും കരിമ്പും ഗോതമ്പും നെല്ലും വിളയുന്ന കൈത്തലം പോലെ പരപ്പാർന്ന വിശാല കേദാരങ്ങൾ ലോകത്തിന്റെ അറ്റമെന്ന് തോന്നിക്കത്തക്കവണ്ണം വിദൂരമായ ഒരു ചക്രവാളത്തിലേക്ക് ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നു. അസ്തമിക്കുന്ന സൂര്യന്റെ സിന്ദൂര കിരണങ്ങളെ അരിച്ചെടുക്കുന്ന യവനികയായി ആ സുവിസ്തൃതമായ സമതലത്തിന് മുകളിൽ മനോഹരമായ മൂടൽമഞ്ഞ് വ്യാപിച്ചു കിടന്നു. ഇന്ത്യയെപ്പോലെ തന്നെ പ്രാചീനവും അവിസ്മരണീയവുമായ സമയമാണത്. ഒരു ദിവസം വൈകിട്ട് 6 മണിക്ക് ഗാന്ധി നെഹ്റുവിടെ പഞ്ചാബിൽ കൂടെ യാത്ര ചെയ്യുമായിരുന്നു. അത്രയേ ഉള്ളൂ. ഇത് സാഹിത്യകാരന്റെ ഭാവന വരുമ്പോൾ ഇച്ചിരി മനോഹരമായിട്ട് പോകുന്നതേ ഉള്ളൂ. മഹത്തായ പഞ്ചാബ് സമതലങ്ങളിൽ പുള്ളിക്കുത്തുകൾ പോലെ കാണപ്പെടുന്ന 1000 മൺകുടിലുകളിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന പുകയുയർന്നു. എല്ലായിടത്തും നിതംബം നിലത്തുറപ്പിച്ചിരുന്ന നിറം മങ്ങിയ സാരിത്തുമ്പ് തോളത്ത് ചുരുട്ടിവെച്ച് കൈത്തണ്ടിലെ വളകളുടെ കിലുകില ശബ്ദം പുറപ്പെടുവിച്ച് സ്ത്രീകളാ തീ കത്തിച്ചു. പാകം ചെയ്യുന്ന ചപ്പാത്തിയെയും ചട്നിയെയും കുറിച്ച് അവർ ഇടവിടാതെ സമ്പാദിക്കുന്നതിനിടയിൽ ചാണകം വട്ടത്തിൽ പരത്തി ഉണക്കിയ വരളികൾ കൊണ്ട് തീ പോഷിപ്പിച്ചുകൊണ്ടിരുന്നു. കുക്കിംഗ് ടൈമാണ്, നമുക്കറിയാം. ഈ കൗഡങ് കേക്ക് പോലുണ്ട്, ചാണക വരളികൾ വെച്ചാണ് ഇന്ത്യയിൽ ഇപ്പോഴും അനേക ഗ്രാമങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഫ്യൂവലാണ്. അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് സായം സന്ധ്യയാണ്. ഇന്ത്യയിലെ വിശുദ്ധ പശുക്കളുടെ അനേക സംഭാവനകളിൽ അവസാനത്തേതാണ് ആ എണ്ണമറ്റ ചാണകത്തീകളിൽ നിന്നും ഉയർന്ന പുക രാത്രിയുടെ മേലങ്കിയായി സന്ധ്യാകാശത്തിലൂടെ മന്ദമായി നീങ്ങി. അത് സവിശേഷമായ ഒരു തീഷ്ണ ഗന്ധം അന്തരീക്ഷത്തിൽ പ്രസരിപ്പിച്ചു. അതായിരുന്നു ഭാരതാംബയുടെ ശരീരത്തിന്റെ ഗന്ധം. That was the body odor of Mother India. നമ്മളൊക്കെ കൊച്ചിലെ നമ്മുടെ ബന്ധുജനങ്ങളൊക്കെ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ നമുക്ക് ഓരോ ചോക്ലേറ്റും ഉടുപ്പും ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിന് പ്രത്യേക ഒരു കവറിലാണ് കൊണ്ടുവരുന്നത്. ആ കവർ എടുത്ത് നമ്മളിന്ന് മണപ്പിച്ചോ, ഗൾഫിന്റെ മണം, പേർഷ്യൻ മണം, അമേരിക്കൻ മണം. ഇതാ ഭാരതാംബയുടെ ശരീരത്തിന്റെ ഗന്ധം. ഇത് ഞാൻ അനേക പ്രാവശ്യം വായിച്ച ബുക്കാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ആ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് ഈ പുസ്തകത്തിൽ ആ ഒരു കോണ്ടസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും എഴുത്തുകാരന്മാർക്കില്ലായിരുന്നു. എന്തിന് അത് അവിടെ കൊണ്ടുവന്നത്? അതൊരു പ്രത്യേക ഒരു നിയോഗമായിട്ടാണ് അവിടെ അത് വന്നത്. സോ ഭാരതാംബയുടെ ശരീരത്തിന്റെ ഗന്ധം. ഇതിന്റെ എല്ലാം ശക്തമായ ഒരു അടിത്തറയായിട്ട് നിൽക്കുന്നത് 1912 എഴുതി 1913 നോബൽ സമ്മാനം കിട്ടിയ ഇത്രയും ചെറിയൊരു ബുക്കാണ്. 103
പ്രാർത്ഥന, ചെറിയ പ്രാർത്ഥനയുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന പുസ്തകമാണ്. ഞങ്ങളുടെ കുണ്ട്രയിലെ വല്യപ്പച്ചൻ 1950 നവംബർ മാസം 1 വാങ്ങിയ ഒറിജിനൽ ബ്രിട്ടീഷ് എഡീഷൻ ബുക്കാണിത്. എം മാത്യൂസ്, തയ്യിൽ ഹൗസ്, കുണ്ട്ര. കൊച്ചിലെ തൊട്ടേ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം 11ാമത്തെ പ്രാർത്ഥനയാണ്. ടാഗോർ വളരെ നിശിതമായിട്ട് റിച്വലിസ്റ്റിക് ഫോം ഓഫ് വർഷിപ്പിനെ അങ്ങ് വിമർശിക്കുകയാണ്. നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ മന്ത്രം ചൊല്ലുന്നത്? ആരെയാണ് ഈ പൂജിക്കുന്നത്? എവിടെയാണ് ദൈവം? ഓ, ഹീസ് there where the tiller is tilling the hard ground and where the pathmaker is breaking stones. He is with them in sun and in shower and his garment is covered with dust. Put off thy holy mantle and even like him come down on the dusty soil. സുന്ദരൻ. അതുകൊണ്ടായിരിക്കണം 1964 മെയ് മാസം 27 പണ്ഡിറ്റ് നെഹ്റു മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം നേരത്തെ എഴുതിയിരുന്നത് പോലെ അദ്ദേഹത്തിന്റെ ക്രമേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ ചിതാഭസ്മം എടുത്ത് ഗംഗാ നദിയിൽ ഒഴുക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ഭാഗമായി മാറുകയാണ്. അത് വാരണാസിയിൽ വെച്ച് തന്നെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചിതാഭസ്മത്തിന്റെ ഒരു മേജർ പാർട്ട് ഇന്ത്യയിലെ കൃഷിഭൂമികളുടെ മുകളിൽ കൂടെ പ്ലെയിനിൽ വിതറുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് മരിച്ചു കഴിഞ്ഞാലും ഇന്ത്യയുടെ ഭാഗമാകണം, മദർ ഇന്ത്യയുടെ ഭാഗമാകണം. ഇത്രയും നേരം ഞാൻ ഈ സംസാരിച്ചത് ഭാരതാംബയെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നും പൂർണ്ണതയൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതൊരു വലിയ വിവാദമൊന്നുമാക്കി 2025 ജൂൺ മാസം 28 ആക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇത് 100-120 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ 150 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭിന്നമായി കിടന്ന ഇന്ത്യ എന്ന ജനസാഗരത്തെ ഒരു മാതൃരാജ്യത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും ആവേശത്തോടു കൂടി ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്ക് 2025 നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമായി മാറണം. യെസ്, ഡെഫിനറ്റ്ലി മദർ ഇന്ത്യ ഈസ് ദ മദർ ഓഫ് us all. Who lives if India dies, and who dies if India lives? Thank you. Jai Hind.